അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു എന്ന എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ തടവിലായിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ സുവിശേഷം മൂലം ജാതികൾക്ക് വേണ്ടി യഹൂദന്മാരുടെ അടിസ്ഥാന നിയമമായ പരിച്ഛേദന നിരസിച്ചുകൊണ്ട് ജാതികൾക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ് അപ്പോസ്തലൻ റോമിൽ തടവിലായത്. തടവിൽ കിടന്നവനും ബലഹീനനുമെന്ന് പറയുന്നുവെങ്കിലും പൗലോസ് അപ്പോസ്തലൻ മുൻകാലങ്ങളിൽ ഒരു മനുഷ്യനും അറിയുവാൻ സാധിക്കാതിരുന്ന 3:5 പറയുന്ന ദൈവത്തിൻ്റെ മഹാരഹസ്യം വെളിപ്പെടുത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ ഉപകരണമായി തീർന്നു. ആ മഹാരഹസ്യം സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതായിരുന്നു. ആ മഹാരഹസ്യം 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പുറജാതികൾ സുവിശേഷത്താൽ ദൈവം യഹൂദജനത്തിന് നൽകിയിട്ടുള്ള ദൈവരാജ്യ വാഗ്ദാനത്തിൻ്റെ ക്രിസ്തുവേശുവിലുള്ള കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആണ് എന്നതാണ്. ദൈവരാജ്യ അവകാശത്തിൽ നാം പങ്കെടുക്കുന്നത് നമ്മുടെ യോഗ്യതയാലല്ല, മറിച്ച് ദൈവകൃപയാലാണ്. അത് ഏകനായിട്ടല്ല, കൂട്ടമായിട്ടാണ്, സമൂഹമായിട്ടാണ്. ആ കൂട്ടമാണ് സഭ. മനുഷ്യമക്കളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി ദത്തെടുത്ത് ശിക്ഷണങ്ങളിൽ കൂടി വളർത്തി തിന്മയിൽ നിന്നും വേർപെടുത്തി പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ പുതുതാക്കപ്പെട്ട മനുഷ്യവർഗമാണ് ക്രൈസ്തവ സഭ. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്ന് ദൈവഹിതപ്രകാരം അപ്പോസ്തലൻ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നമുക്ക് രക്ഷ പ്രാപ്യമായി. അതുപോലെ നമ്മെക്കുറിച്ചും നമ്മുടെ തലമുറയെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെന്ത് എന്നറിയുവാൻ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം കൂടെ ഉരുവിടുക. പ്രിയമുള്ളവരെ, അനേകർക്ക് ദൈവഹിതം അറിയിച്ചു കൊടുക്കുവാൻ നമ്മെയും തലമുറകളെയും ദൈവം എടുത്ത് ഉപയോഗിക്കുവാനായി ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.